തരൂരിനെ കെ.സി. വേണുഗോപാൽ ഒതുക്കി എന്നുള്ള കാര്യം പച്ച പരമാർത്ഥമാണ്. അത് നമുക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാം. തരൂര് തിരുവനന്തപുരം മണ്ഡലത്തിൽ തുടർച്ചയായി 4 തവണ വിജയിച്ച് MP ആയിരിക്കുന്ന ആളാണ്. 4ാം തവണ വിജയിക്കുമ്പോൾ നേരത്തെ ഒരിക്കൽ വിദേശകാര്യ സഹമന്ത്രിയൊക്കെ ആയിരുന്നു. പക്ഷേ 4ാം തവണയും ജയിച്ചു വരുമ്പോൾ അവിടെ പാർലമെന്റിൽ കുറച്ചുകൂടി മികച്ച സ്ഥാനമാനങ്ങൾ തനിക്ക് ലഭിക്കുമെന്ന് തരൂർ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആഗ്രഹിച്ചാൽ തന്നെ അതിന് തെറ്റൊന്നും പറയാൻ പറ്റില്ല. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം തരൂര് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ തരൂരിന് അമ്മാതിരി സ്ഥാനങ്ങൾക്കൊന്നും ഇരുത്താൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വെട്ട്. ആരാണ് വെട്ടിയത്? കെ.സി. വേണുഗോപാൽ. ഇത് പറയുന്നത് ഞാൻ മാത്രമല്ല, തരൂരിന്റെ ഓഫീസിൽ തിരക്കി കഴിഞ്ഞാൽ അവർ തത്ത പറയുന്നത് പോലെ പറയും. തരൂരിനെ അടപടലം ഒതുക്കിയത് കെ.സി. വേണുഗോപാൽ എന്ന ഒരൊറ്റ ജനറൽ സെക്രട്ടറിയാണെന്ന്. അതിന് കേരളത്തിൽ ചുക്കാൻ പിടിക്കുന്നത് മുഴുവൻ വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവുമാണ്. ഇത് തരൂരിനും അറിയാം. തരൂർ എന്നിട്ട് കരുതി തനിക്ക് പ്രതിപക്ഷ ഉപനേതാവിന്റെ സ്ഥാനമേ ലഭിച്ചില്ല, ഇനി ഉള്ളത് പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ചുമതലയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കോൺഗ്രസ് വിരുദ്ധ വികാരവും കോൺഗ്രസ് വിരുദ്ധ സമീപനവും എടുക്കുന്ന തരൂരിനെ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ചുമതലയിൽ നിന്ന് പാർട്ടി അങ്ങ് നീക്കി. അങ്ങനെ ആ ചുമതല പോയി. അപ്പോൾ തരൂര് രാഹുൽ ഗാന്ധിയെ നേരിട്ട് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, എനിക്ക് യൂത്ത് കോൺഗ്രസിന്റെ ചുമതല തന്നാൽ വരുന്ന തലമുറയെ ഞാൻ നന്നായി വാർത്തെടുക്കാം എന്ന് പോയി പറഞ്ഞു. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു, അതിനൊക്കെ നന്നായി വാർത്തെടുക്കാനൊക്കെ കഴിവുള്ള ആളുകൾ ഇവിടെ പാർട്ടിക്ക് വെള്ളം കോരിയും തടം വെട്ടിയൊക്കെ വളർന്നു വരുന്നുണ്ട്, അവരങ്ങ് നോക്കിക്കോളും, നിങ്ങൾ നിങ്ങളുടെ ഏൽപ്പിച്ച പണി അങ്ങ് ചെയ്താൽ മതി. അങ്ങനെ ആണ് തരൂര് വിഷണ്ണനായി. ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി. കരട് ഈ ഡ്രാഫ്റ്റ് ഒക്കെ തയ്യാറാക്കണമല്ലോ, പാർട്ടിയുടെ നയരേഖകളൊക്കെ തയ്യാറാക്കുന്നതിന്റെ ചുമതലയുള്ള സമിതിയുടെ അധ്യക്ഷൻ കൂടിയായിരുന്നു തരൂർ. ആ പരിപാടിക്കൊന്നും തരൂരിനെ കിട്ടാറേയില്ല. അതുകൊണ്ട് തരൂരിനെ അതിൽ നിന്നും അങ്ങ് പുറത്താക്കി. ഇനി ആകെയുള്ളത് CWC, അതായത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി, തലപ്പത്തുള്ള കമ്മിറ്റിയാണത്. ഈ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് തരൂർ. ഇനി അതിൽ മാത്രമേ അംഗത്വമുള്ളൂ. അതാണ് ഇടയ്ക്കിടയ്ക്ക് വി.ഡി. സതീശൻ പറയുന്നത്, തരൂര് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, തരൂരിനെതിരെയുള്ള നടപടി അങ്ങ് കേന്ദ്രം തീരുമാനിക്കുമെന്ന്. ഇത് ഞാനൊരു ആമുഖം പോലെ പറഞ്ഞതാണ്. കെ.സി. വേണുഗോപാലിന്റെ വെട്ടി ഒതുക്കലിൽ മനം നൊന്ത ശശി തരൂർ വീണ്ടും വീണ്ടും കോൺഗ്രസിനെ കടന്ന് ആക്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചത്? ആകെ ചെയ്ത നല്ലൊരു കാര്യം, കേരളത്തിന്റെ വ്യാവസായിക മേഖലയിൽ കേരളം പുരോഗതി പ്രാപിച്ചു എന്നൊരു ലേഖനം എഴുതിയതാണ്. ആ ലേഖനം നല്ല ലേഖനമായിരുന്നു. ആ ലേഖനത്തിൽ കഴമ്പുണ്ടായിരുന്നു, സത്യസന്ധമായ കാര്യം, കേരളത്തിന് ഗുണമുള്ള കാര്യമാണ് അദ്ദേഹം ചെയ്തത്. അതിനകത്തൊന്നും ഒരു തർക്കവുമില്ല. എന്നിട്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തിയതും രാജ്യത്തിന്റെ ആത്മാഭിമാനം പണയപ്പെടുത്തുന്ന എല്ലാ ഛിദ്രശക്തികൾക്കുമെതിരെ സംസാരിച്ചതും ഒക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. ആരും ശശി തരൂരിനെ അടച്ചാക്ഷേപിക്കുകയോ ഒന്നും പറയുകയില്ല. ഇനിയിപ്പോ കോൺഗ്രസ്സുകാരെന്തെങ്കിലും ആ പേരിൽ എന്തെങ്കിലും നടപടിയെടുത്ത് കോൺഗ്രസ് ആകെ അടപടലം അടിമുടി നാറുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ തരൂർ ചെയ്തതോ, തരൂര് അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച് ഒരു ലേഖനം എഴുതി. ആ ലേഖനം ഒരു ഏജൻസി വഴിയാണ് എല്ലാ ഇടങ്ങളിലേക്കും സർക്കുലേറ്റ് ചെയ്യപ്പെട്ടത്. ആ ലേഖനം വായിച്ച പല ആളുകളും പല അഭിപ്രായം പറഞ്ഞു. തരൂര് ഇതെന്തിന്റെ പുറപ്പാടാണ്, എന്നെ പുറത്താക്കൂ എന്ന് ഉള്ള വിപ്ലവം സൃഷ്ടിക്കലാണോ ഇതെന്നൊക്കെ ആളുകൾ ചോദിച്ചു തുടങ്ങി. ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും എടുത്തിട്ട് അലക്കുകയാണ് ശശി തരൂർ ആ ലേഖനത്തിൽ. അത് വിവാദമായി. ആളുകൾ വി.ഡി. സതീശൻ, കെ. മുരളീധരൻ, M.M. ഹസൻ, കേന്ദ്ര നേതാക്കൾ ഒക്കെ തന്നെ അതിനകത്ത് അതൃപ്തിയിൽ പുകഞ്ഞു നിൽക്കുമ്പോഴാണ് തരൂരിത ഇംഗ്ലണ്ടിൽ പോയി ഒരു സർവകലാശാലയിൽ ജിൻഡൽ ഗ്ലോബൽ എന്ന ഒരു സർവകലാശാലയിൽ പോയി പ്രസംഗിക്കുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കോൺഗ്രസ് ഇടത് നയം ഉപേക്ഷിച്ച് കോൺഗ്രസിന്റെ ഇടത് നയമൊക്കെ ചവിട്ടി കാട്ടിൽ കളഞ്ഞ് ഇപ്പോൾ പുത്തൻ ദേശീയതയാണ് ഇന്ത്യ പ്രതിനിധാനം ചെയ്യുന്നത്. ആ ദേശീയതയ്ക്ക് ഒരു നേതാവുണ്ട്, ഒരു കേന്ദ്രീകൃത ഭരണമുണ്ട്, ആ നേതാവിന്റെ പേര് മോദിജിയാണ് എന്നൊക്കെ പറഞ്ഞൊരു വലിയ മോദി സ്തുതി അങ്ങ് നടത്തി. എന്തിനാണ് ഈ മോദി സ്തുതി? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ, എന്നെ പുറത്താക്കൂ, എനിക്ക് ഞാൻ അർഹിക്കുന്ന സ്ഥാനമാനങ്ങളൊന്നും തന്നില്ല, ഞാനിതാ കേരളത്തിലെ മുഖ്യമന്ത്രി, കോൺഗ്രസിൽ നിന്ന് ആരാണ് അർഹൻ എന്ന് പറഞ്ഞ് സർവേ നടത്തിയപ്പോൾ ആ സർവേയിൽ വരെ ഏറ്റവും കൂടുതൽ വോട്ട് 28% ആളുകൾ എൻ്റെ പേരാണ് സജസ്റ്റ് ചെയ്തത്. എന്നിട്ടും നിങ്ങൾ എൻ്റെ കഴിവുകളെ അംഗീകരിക്കുന്നില്ല എന്ന് തരൂർ വിലപിക്കുകയാണ്. ആ വിലാപമാണ് അങ്ങ് ഇംഗ്ലണ്ടിലെ സർവകലാശാലയിൽ മുഴക്കിയത്. എന്താണ്? മോദി സ്തുതി. മോദിയാണ് ഗ്രേറ്റ്, ജനാധിപത്യത്തിന്റെ എല്ലാ സംരക്ഷണവും മോദിയിലാണ്. ആ തരത്തിൽ തരൂര് പ്രസംഗിച്ചു വച്ചിരിക്കുകയാണ്. ഇതുകൂടി കേട്ടതോടുകൂടി തരൂരിന് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കാനും താക്കീത് ചെയ്യാനും കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. തരൂരിന്റെ താക്കീതിൽ ലഭിക്കും, നോട്ടീസിൽ ലഭിക്കും. എന്നിട്ട് കൂടാതെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് അച്ചടക്ക ലംഘനത്തിന്റെ പേര് പറഞ്ഞ് ശശി തരൂരിനെ പുറത്താക്കുകയും ചെയ്യും. അങ്ങനെ ശശി തരൂരിന് അടപടലം അടി കിട്ടാൻ പോവുകയാണ് ഈ മോദി സ്തുതി കാരണം.